ഇന്ധനം നിറയ്ക്കുന്നതിനിടെ 500 രൂപയെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ പെട്രോൾ പമ്പിന് യുവാക്കൾ തീയിട്ടു. ബുധനാഴ്ച വൈകുന്നേരം രാജസ്ഥാനിലെ അജ്മീറിലാണ് സംഭവം. ഇരുചക്ര വാഹനത്തിൽ പെട്രോൾ നിറയ്ക്കുന്നതിനിടെയാണ് യുവാക്കളും പമ്പ് ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായത്. ശേഷം വണ്ടിയുമായി പമ്പിൽ നിന്ന് മടങ്ങിയ യുവാക്കൾ തിരികെ എത്തിയാണ് തീയിട്ടത്. ജിപേ ഉപയോഗിച്ച് പണം അടച്ചപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പണം ലഭിച്ചെന്ന സന്ദേശം പമ്പ് ജീവനക്കാർക്ക് ലഭിച്ചിരുന്നില്ല. ഇത് ഇവർ യുവാക്കളോട് സൂചിപ്പിച്ചതോടെയാണ് യുവാക്കൾ പ്രകോപിതരായത്. അജ്മീറിലെ ക്രിസ്ത്യൻഗഞ്ച് പോലീസ് സ്റ്റേഷനടുത്തുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് സംഭവമുണ്ടായത്. സംഭവ സമയം പമ്പിന്റെ ബേസ്മെന്റിൽ 50,000 ലിറ്റർ പെട്രോളും ഡീസലും ശേഖരിച്ചിരുന്നു. പമ്പ് ജീവനക്കാരനെ മർദ്ദിച്ച് പണവും ഇയാളുടെ സ്വർണ്ണമാലയും തട്ടിയെടുത്ത ശേഷമാണ് യുവാക്കളുടെ സംഘം പമ്പിന് തീയിട്ടത്. പമ്പ് മെഷീന്റെ അടുത്ത് തീയിട്ട ശേഷം യുവാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പമ്പിലുണ്ടായിരുന്ന മറ്റു ജീവനക്കാർ 35 സെക്കൻഡിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതിനാലാണ് വലിയ ദുരന്തമൊഴിവായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അക്രമത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ള പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു. അജ്മീർ ഡെപ്യൂട്ടി മേയറായ അജിത് സിംഗിന്റെ മകൻ അഭിമന്യു സിംഗിന്റെ ഉടമസ്ഥതയിലുള്ള പെട്രോൾ പമ്പിലാണ് സംഭവം നടന്നത്. ദേവരാജ്, ദീപക്, ദിവാകരൻ ഫൌജി, ദേവ്, പ്രദീപ് സോണി, ഖുഷ്റ ഫൌജി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.